കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് UDF തന്നെ ആയിരിക്കും. കേരളത്തിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ള മുന്നണി ഏതായിരിക്കും? ഇവർ ഐഡിയ ഇല്ല കേട്ടോ, സോറി. ഇലക്ഷനിൽ അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളത് ആരായിരിക്കും? UDF ആയിരിക്കും. കാരണം LDF 10 വർഷം ഭരിച്ചല്ലോ, അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഭരണമാറ്റം വരണതാണ് അനിവാര്യമാണ്. അപ്പോൾ അതാണ് എൻ്റെ ഒരു അഭിപ്രായം. സാധ്യത കൂടുതലും CPM തന്നെയാണ്, ഇടതുപക്ഷം തന്നെയാണ്. UDF or LDF? രണ്ട് തൂക്ക് സാധ്യതയുണ്ട് എന്നൊന്നും കൂടെ ഞാൻ പറയുള്ളൂ. അതെ, കാരണം പല വോട്ടുകളും LDFിൽ നിന്ന് മാറി ഏതായാലും പോയിട്ടുണ്ട്. പക്ഷേ അതേസമയം ഒരു മൂന്നാം മുന്നണി വരുമ്പോൾ എപ്പോഴും നമുക്ക് അനിശ്ചിതത്വം ഉണ്ടാവും. സോ ലാസ്റ്റ് ഇൻഡിക്കേഷൻ ഇസ് അറൗണ്ട് 20-25% വോട്ട്സ് മാറുന്ന. ഇതുവരെയുള്ളത് 40+% രണ്ട് മുന്നണിക്കുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ചെറിയ ചെറിയ മാറ്റങ്ങളായിരിക്കും വരാൻ സാധ്യത. BJP പേടിക്കുന്നതെന്നാണോ? BJP വുഡ് ബി എ ഡിസൈസീവ് ഫാക്ടർ. അത് പക്ഷേ നേരിട്ട് നമ്പർ ഓഫ് വോട്ട്സിനകത്തായിരിക്കും, സീറ്റ്സിനകത്തായിരിക്കണം എന്നില്ല, വോട്ട് ഷിഫ്റ്റിനകത്തായിരിക്കും. ആ വോട്ട് ഷിഫ്റ്റ് ഏത് വഴിക്ക് ആർക്ക് പോകുന്നുള്ളതനുസരിച്ചിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഏത് മുന്നണിക്കാണ് മുൻതൂക്കം? പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു അവയിൽ പരുവത്തിലാണ്, അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റില്ല. ഒരു ഭരണമാറ്റം ഉണ്ടാവുമോ അല്ലെങ്കിൽ തുടരുമോ? അതിന് ആൾക്കാർക്ക് താല്പര്യമുണ്ടെന്ന് തോന്നണം. ചർച്ചകളൊക്കെ അങ്ങനെ കേൾക്കുന്നത്. UDFന് അപ്പോൾ സാധ്യത അങ്ങനെ പ്രതീക്ഷിക്കാം. ഒരു ഭരണമാറ്റം ആവശ്യമാണല്ലോ. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഭരിച്ചുകൊണ്ടിരുന്ന ഭരണത്തിനൊരു സുഖം ഉണ്ടാവില്ല. അപ്പം ഇടയ്ക്കൊരു മാറ്റം വേണം. എനിക്കതിന് ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. എന്നാലും നമ്മൾ വായിക്കുന്നതല്ലേ. അത് NDAയുടെ ആളാണ്, അപ്പോൾ എനിക്ക് അതിൽ വിട്ടല്ലെങ്കിൽ NDA ഉള്ളൂ. അതിനോട് താല്പര്യമില്ല. ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ പാർട്ടിയിലേക്കില്ല. UDF എന്തായാലും വരുള്ളൂ. എന്താ വെച്ചാൽ ഇവിടെ മാറി മാറി ഭരണം വരും. ഇപ്പോൾ ഒരു പ്രത്യേകിച്ച് ഒരു 3500 രൂപയുടെ ഒരു 3000 രൂപയുടെ പിന്നെ സ്കീം കൊണ്ടുവന്നത്, 3000 പ്ലസ് 6000 പിന്നെ ക്ഷേമ ഒരു പെൻഷൻ കൊടുക്കുന്നതെന്ന് പറഞ്ഞ്, അതൊക്കെ ഈ സമയത്തല്ലേ. ഇതൊരു 6 മാസം മുന്നേ ആയിക്കൂടെ? ഈ സമയം വെച്ചാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ എന്തെന്നാലും UDF വരണം. വന്നാൽ വാഗ്ദാനങ്ങളിൽ ഒരു വിശ്വാസം വേണം. വാഗ്ദാനങ്ങൾ ആരും വിശ്വസിക്കേണ്ട, ആരും നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്തായാലും ഭരണം മാറണം. ഭരണം മാറുന്ന വെച്ചാൽ അത് ചേഞ്ച് നമ്മളെപ്പോലുള്ള മലയാളികൾക്ക്, സാധാരണ ആൾക്കാർക്ക് ഭരണം മാറിയാലേ പറ്റുള്ളൂ. മടുത്തു തീർച്ചയായിട്ടും. മോദിയെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ്. ഓക്കെ.